രാവിലെ തന്നെ കോപം വരുന്നുണ്ടല്ലോ അമ്മേ. ഇവനെന്താ ഇത്ര രാവിലെ? എടാ, നീ പെട്ടെന്ന് റെഡിയാവ്. നമുക്കൊരു ഇടം വരെ പോകണം. ഒരു പെണ്ണ് കാണാനാ. എൻ്റെ ഏട്ടന് പറഞ്ഞു വെച്ചിരുന്ന പെണ്ണ. ആളൊരു ഡ്രൈവറാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പതിയെ കാലു മാറി. നിനക്ക് വിരോധം ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാവ്. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. ചെല്ലുന്ന സമയം പറഞ്ഞിട്ട് വരില്ലെന്ന് പറയാൻ വയ്യ. അവിടെ പെൺകുട്ടിയും അമ്മയും തനിച്ചേ ഉള്ളൂ. നമുക്കൊന്ന് കണ്ടിട്ട് പോരാം. ഇഷ്ടമായില്ലെങ്കിൽ വിട്ടുകളയാം. പോയി നോക്കുമോനെ എന്നമ്മയും. പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ഒരു ആംബുലൻസ് കിടപ്പുണ്ട്. കിടപ്പ് രോഗികൾ ആരെങ്കിലും കാണുമായിരിക്കും. പാലിയേറ്റീവുകാർ വല്ലവരുമാകും. കാണാൻ നല്ല മുഖശ്രീയുള്ള ഒരമ്മ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ചെറുതെങ്കിലും നല്ല വൃത്തിയുള്ള വീടും പരിസരവും. ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോൾ വെളുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി ചായയുമായി വന്നു. നല്ലൊരു പുഞ്ചിരിയും സമ്മാനിച്ചു. പേര് ചോദിക്കാനായി ആ മുഖത്തേക്ക് നോക്കിയതും അവൾ പറഞ്ഞു, എൻ്റെ പേര് ബൃന്ദ. ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലിക്കായി ശ്രമിക്കുമ്പോഴാണ് ഒരു റോഡ് അപകടത്തിൽപ്പെട്ട് അച്ഛൻ മരിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവറായ അച്ഛൻ എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാകും. അവസാനം അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരുമില്ലാതെ രക്തം വാർന്ന് ബാക്കി പൂർത്തിയാക്കാൻ കഴിയാതെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി.